പോറ്റിയെ കയറ്റിയതാര്? പുതിയ ചിത്രങ്ങളും വിവരങ്ങളും ഞെട്ടിക്കുന്നത്. ശബരിമല കൊള്ളയുടെ കാണാപ്പുറങ്ങൾ കൂടി പുറത്തുവരുന്നു. പത്മകുമാറിലെത്തി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്രിമിനൽ കൂട്ടുകെട്ടിന്റെ തുടക്കം UDF കാലത്ത് തുടങ്ങിയതോ? ശബരിമല ദ്വാരപാലക ശില്പപീഠം കാണാതായതോടെ തുടങ്ങിയ വിവാദമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് ട്രേഡ് യൂണിയൻ നേതാവ് മുരാരി ബാബുവിനെയും ഒടുവിൽ CPM നേതാവ് പത്മകുമാറിനെയും വാസുവിനെയും എല്ലാം തടവറയിലേക്ക് വഴി നടത്തിയത്. ഇതിനിടയിൽ പുറത്തുവന്ന പുതിയ ചിത്രങ്ങളും വിവരങ്ങളുമാണ് സ്വർണ്ണമോഷ്ടാക്കളെ ശബരിമലയിൽ കുടിയിരുത്തിയവരുടെയും കോടികളുടെ പഴയ തട്ടിപ്പിന്റെയും രേഖകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണ് പോറ്റി ശബരിമല താവളമാക്കിയതെന്ന് ഇപ്പോൾ വ്യക്തമായി. തുടർന്ന് നടന്ന കൊടിമരം മാറ്റലിന്റെതടക്കം പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഇവിടെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ശബരിമലയിലെ ചെറിയ ശില്പങ്ങൾക്ക് പോലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടാനുകോടിയുടെ മോഹവിലയുണ്ടെന്ന് വെളിപ്പെടുത്തിയത് രമേശ് ചെന്നിത്തലയാണ്. കൊടിമരം മാറ്റിയെങ്കിൽ അപ്പോൾ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്നും അതിന്റെ വിഹിതം എവിടെ വരെ എത്തിയെന്നതും അന്വേഷിക്കണ്ടേ? പാത്രക്കച്ചവടം അടക്കം നടന്ന കോടാനുകോടിയുടെ അഴിമതിയും അന്വേഷിക്കണ്ടേ? ചിത്രങ്ങൾ സത്യമെങ്കിൽ സോണിയാഗാന്ധിക്ക് ചെയിൻ കെട്ടിക്കൊടുക്കുന്നതും UDF കൺവീനർ അടൂർ പ്രകാശും ആന്റണി MPയും ഒക്കെ ചേർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും സ്വർണ്ണക്കൊള്ളയുടെ തുടക്കവും വളർച്ചയും UDF നാലുകെട്ടിനുള്ളിൽ നിന്നാണെന്നത് വ്യക്തമല്ലേ? ചുരുക്കത്തിൽ കോൺഗ്രസ് CPM പാർട്ടികളുടെ ചില നേതാക്കൾ പങ്കുവെക്കുന്ന കൊള്ളയുടെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നത്. ഒടുവിലത്ത് തന്ത്രിയിൽ വരെ എത്തി നിൽക്കുന്നു. അയ്യപ്പന്റെ സ്വർണവും പണവും കട്ടുമുടിക്കാൻ യഥേഷ്ടം നേതാക്കൾ. എന്താ അല്ലേ? റിസർച്ച് ഡെസ്ക്, ജനശബ്ദം.